ഇന്റഗ്രേഷനകത്ത് നെക്സ്റ്റ് ഫോർമുലയാണ് നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് ഇ ആണ്. നമ്മൾ വെറും ഒരു സൈൻ എക്സ് മാത്രം പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്റഗ്രേഷനകത്ത് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് എക്സാമ്പിൾസ് പഠിക്കണം. ഇപ്പൊ ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ എസ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എ എസ് പ്ലസ് ബി അങ്ങനെ വരും. എക്സിന്റെ സ്ഥാനത്ത് എന്താണോ നമ്മൾ ആ വാല്യൂ അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ സൈൻ്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് അത് എഴുതി. പിന്നെ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന എന്താണ്? എ എസ് പ്ലസ് ബി ആണ്. ആ എ എസ് പ്ലസ് ബി അങ്ങനെ തന്നെ കൊടുക്കണം. ഇവിടെ എന്തുകൂടി വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ ബൈ വരും. ഇവിടെ നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാ മക്കളെ? 1/a ആണ്. അപ്പൊ നമുക്ക് എന്തോടെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a ഇവിടെ വരും. ഇതാണ് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ സൈൻ 3x പ്ലസ് 1 ഡി എക്സ് ആന്ന് വെച്ചു. അവിടെ സൈൻ്റെ ഇന്റഗ്രൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന 3x പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാ? 3 ആണ്. അപ്പൊ അവിടെ 1/3 വരും പ്ലസ് ഇ വരും. ആൻസർ ആയി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ സൈൻ 7x പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് ആണ്. സൈൻ്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് അല്ലെ? മൈനസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നു 7x പ്ലസ് 2 അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് ഇ അങ്ങനെ തന്നെ വരും. അവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. അപ്പൊ ദേ 1/7 വന്നു. ആൻസർ ആയി കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ നല്ല എളുപ്പമായി തീരുള്ളൂ. ഇന്റഗ്രൽ സൈൻ 7x ആന്ന് വെച്ചു. അവിടെയും സൈൻ്റെ ഇന്റഗ്രൽ എന്താ? കോസ് ആണ്. അപ്പൊ മൈനസ് കോസ് 7x എഴുതി പ്ലസ് ഇ. അവിടെയും എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. മൈനസ് 1/7 കോസ് 7x ആയി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇന്റഗ്രൽ സൈൻ 3 മൈനസ് 2x ഇൻറ്റു ഡി എക്സ് ആണ്. സൈൻ്റെ ഇന്റഗ്രൽ എന്താ? കോസ അല്ലെ? അപ്പൊ കോസ് എക്സിന്റെ സ്ഥാനത്ത് എടുക്കുന്ന ഏതാണ്? 3 മൈനസ് 2x അങ്ങനെ തന്നെ എഴുതി. 3 മൈനസ് 2x പ്ലസ് ഇ ദെൻ മൈനസ് അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വെറും 2 അല്ല -2 ആണ്. അപ്പൊ നമ്മൾ 1/-2 കൊടുക്കണം. അപ്പൊ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾറെഡി പോസിറ്റീവ് ആവും. പോസിറ്റീവ് കോസ് 3 മൈനസ് 2x പ്ലസ് ഇ ആവും. അപ്പൊ എക്സിന്റെ ആദ്യം കിടക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എക്സിന്റെ കോഎഫിഷ്യന്റ് അതാ ചിന്തിക്കാൻ പോകും. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ സൈൻ 1 മൈനസ് എക്സ് ഡി എക്സ് ആണ്. സൈൻ്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്ന 1 മൈനസ് എക്സ് അങ്ങനെ തന്നെ എഴുതി പ്ലസ് ഇ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -1 ആണ്. അപ്പൊ 1/-1 വരും. ഈ മൈനസും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. നമ്മുടെ ആൻസർ ഈസ് കോസ് 1 മൈനസ് എക്സ് വരും. ഇങ്ങനെ ഓരോ പ്രോബ്ലവും ചെയ്യുക. അതിന് എക്സാമ്പിൾസ് നമ്മൾ തനിയെ ചെയ്യുക. അപ്പൊ നമുക്ക് ഏത് പ്രോബ്ലവും വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. ഓരോ പ്രോബ്ലത്തിനും ഓരോ ഇക്വേഷനും നമ്മൾ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ചെയ്ത് ബേസിക് നമ്മൾ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ടോപ്പിക്കുകൾ ഓരോ വീഡിയോസും നമ്മുടെ ഓരോ ചാപ്റ്ററുകളും നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ ക്ലാസ് അവരുടെ ആപ്പ് വാങ്ങി ആ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മുടെ +2 90% അബോവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന്